ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബുക്ക് റീഡിംഗ് സ്കൾപ്ചറിൻ്റെ ലോങ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു സിറ്റിംഗ് സ്കൾപ്ചറിൻ്റെ മേക്കിംഗ് ആണ്. അത് ഈ സൈസിലല്ല ഉണ്ടാക്കുന്നത്, ഇതിലും കുറച്ചും കൂടി സൈസ് കുറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഒരു ട്യൂട്ടോറിയൽ മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഏത് സൈസിലും ഉണ്ടാക്കുന്നത് മനസ്സിലാവും. കണ്ടോ, ഒരു കുഞ്ഞു സൈസിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ സൈസിലും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിക്കാതെ വീഡിയോയിലേക്ക് പോവാം. ഇത്രയും ഐറ്റംസ് ആണ് നമുക്കിതൊരു മേക്കിങ്ങിന് വേണ്ടത്. മെയിൻലി ഈ ഒരു ക്ലേ വെച്ചിട്ടാണ്, മോൾഡിട്ടാണ് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ മീഷോന്ന് ഞാൻ മേടിച്ചതാണ്. മീഷോയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ ഒരു ബോക്സ് മേടിക്കുന്നതാണ് സുഖം. പിന്നെ അലൂമിനിയം ഫോയിൽ, ഒരു ഏതെങ്കിലും ഒരു പൗഡർ, ഞാൻ അങ്ങനെ ഡേറ്റ് കഴിഞ്ഞതൊക്കെ എടുക്കാൽ. പിന്നെ ഇങ്ങനത്തെ ഒരു കമ്പി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, പശ, അതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ. ഈ ഒരു സ്കൾപ്ചർ 20 സെന്റിമീറ്റർ വരുന്ന രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി കമ്പി എടുത്തിട്ട് ആദ്യം 20 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്ത് ബെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്തത് നമ്മൾ ബോഡി പോർഷനിക്കുള്ളതാണ്. ലെഗ്, 2 ലെഗിനൊക്കെ കണക്കാക്കിയിട്ടാണ് ഈ ഒരു കമ്പി ഇങ്ങനെ ബെൻഡ് ചെയ്തെടുത്തുള്ളത്. അതിനുശേഷം ഇനി വേണ്ടത് കയ്യിൻ്റെ പോർഷനിക്കാണ്. അത് അതിനേക്കാളും ഒരു 2 സെന്റിമീറ്റർ കുറച്ച് 17 സെന്റിമീറ്ററിനാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതുപോലെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഭയങ്കര കട്ടിയായിട്ട് റോൾ ചെയ്യരുത്. ഇങ്ങനെ ബെൻഡ് ആക്കാൻ പറ്റുന്ന രീതിക്ക് വേണം റോൾ ചെയ്യാൻ. കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, ഇങ്ങനത്തെ ഒരു പേപ്പർ ടാപ്പ് നമുക്ക് എന്തായാലും വേണം. അത് അത്യാവശ്യമാണ്. ആദ്യം തന്നെ കുറച്ച് അധികം പേപ്പർ ടാപ്പുകൾ ഇതേമാതിരി കട്ട് ചെയ്ത് വെക്കുക. കാരണം എന്തിനാന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഹെഡ് പോർഷൻ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അവിടെ നമുക്ക് ഹെഡിൻ്റെ ഇത് കൊടുക്കാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കയ്യിനുള്ള പോർഷൻ ഇതുപോലെ വെച്ച് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒന്നും അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് ചെയ്താൽ മതി. നമ്മളിത് ബോഡി സെറ്റ് ആക്കുകയാണ്, ഒരു സ്ട്രക്ചർ റെഡി ആക്കണമല്ലോ. അതിനുശേഷമാണ് അതുമ്മേ ക്ലേ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ പേപ്പർ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു സ്ട്രക്ചർ വേണം, ഇല്ലെങ്കിൽ ഭയങ്കര തടിയായി പോകും. ബേസിലുള്ള ഈ ഒരു ന്യൂസ് പേപ്പർ അധികം കനത്തിൽ വേണ്ട, കാരണം അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ മോൾഡിറ്റാട്ടോ, സോറി, ക്ലേ അല്ല. അതിനുശേഷം ഇതേപോലെ ഈ ഒരു ന്യൂസ് പേപ്പർ ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവുക. എന്നിട്ട് നമ്മുടെ സ്ട്രക്ചർ, നമ്മൾ എങ്ങനെയാണോ സ്ട്രക്ചർ വേണ്ടത് അതിനനുസരിച്ച് ഓരോ ഭാഗങ്ങൾ അലൂമിനിയം ഫോയിലൊക്കെ വെച്ച് ഇങ്ങനെ ബൾജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു വുമണിൻ്റെ സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ ബാക്കിലൊക്കെ കുറച്ച് ബൾക്കി ആയിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ അലൂമിനിയം ഫോയിൽ അറ്റാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ. ഇനി തലഭാഗമാണ് ചെയ്യുന്നത്. അതിന് അലൂമിനിയം ഫോയിൽ ഇതുപോലെ എടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഉറച്ച് നിൽക്കണമെങ്കിൽ ഫെവിക്വിക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. വീഡിയോ ലാഗ് തോന്നുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. തീരെ അറിയാത്തവർക്ക് മനസ്സിലാവട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. സ്ട്രക്ചർ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞല്ലോ. ഇനി നമുക്കത് മോൾഡിറ്റ് വെച്ച് കവർ ചെയ്ത് തുടങ്ങാം. മോൾഡിറ്റ് യൂസ് ചെയ്യാത്തവരോട് പറയാനുള്ള കാര്യം, ഈക്വൽ എമൗണ്ടിൽ എടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ മൊത്തം ക്വാണ്ടിറ്റി മൊത്തമായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് വെക്കരുത്, ഇത് പെട്ടെന്ന് കട്ടായി പോകും. അതുകൊണ്ട് ഇത്തിരി ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്ത് മിക്സ് ചെയ്ത്, രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുത്ത് മിക്സ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. എനിക്കിവിടെ ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കാനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും അളവിൽ എടുക്കുന്നത്. മോൾഡിറ്റ് എപ്പോഴും ഇങ്ങനെ പൗഡർ വെച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കയ്യിൽ ഒട്ടി പിടിക്കാതെ നല്ല വൃത്തിക്ക് മിക്സായി കിട്ടും. 2 കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരൊറ്റ കളറായി കിട്ടുന്ന രീതിക്ക് അത്രയ്ക്ക് മിക്സ് ആക്കി എടുക്കണം, ഇല്ലെങ്കിൽ കറക്റ്റ് നമുക്ക് ഉറച്ച് കിട്ടില്ല. ഇനി ഓരോ പോർഷനായിട്ട് ഇത് ഒട്ടിച്ചു തുടങ്ങാം. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഇരിപ്പിനൊന്നും നമുക്കിത് മൊത്തം ചെയ്തെടുക്കാൻ പറ്റില്ല. ഓരോ പോർഷൻ ഉണങ്ങിയതിന് ശേഷമേ അടുത്ത പോർഷൻ ചെയ്യാൻ പറ്റുള്ളൂ. വെള്ളം വെച്ച് നമുക്കിത് സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മോൾഡിറ്റ് വെച്ചും ക്ലേ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ ഇത്. സിലിക്കൺ ടൂളാണ് ഇത്. ഇങ്ങനത്തെ ജോയിൻസും പോർഷൻസിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ മോൾഡിറ്റ് വെക്കുന്ന സമയത്ത് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വെക്കുക. ഈ ഒരു ബാക്ക് പോർഷൻ ചെയ്യുന്നത് ബാക്കിയുള്ള ഭാഗം ഞാൻ ഡ്രൈ ആക്കിയതിന് ശേഷം കേട്ടോ, എന്നാലും ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൊക്കെ മാറും. നമ്മൾ സ്മൂത്തൻ ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകിപ്പോവും. ക്ലേ ഒക്കെ ഡ്രൈ ആയതിന് ശേഷം ഇനി നമുക്ക് അതിന്മേ പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. ഇത് ഏതെങ്കിലുമൊക്കെ ഒരു PDF പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പേപ്പർ നമുക്കൊന്ന് ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം നനച്ചിട്ട് അതിന്മേൽ ഗ്ലൂ തേക്കുന്നത്. അപ്പോൾ പേപ്പർ ഒന്ന് സോഫ്റ്റ് ആവും. പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ ഡയറക്ഷനിൽ ഒട്ടിച്ച് പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മെസ്സി ആയിട്ട് ഒട്ടിക്കാതെ
ഒരേ ഡയറക്ഷനിൽ ഒട്ടിച്ചു പോകും. പേപ്പറൊക്കെ ഒട്ടിച്ച് നമ്മൾ നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒക്കെ നല്ല ഉണങ്ങി. ഇനി നമുക്ക് കയ്യിൽ വെക്കാൻ ഒരു ബുക്കും കൂടി ഉണ്ടാക്കണം. സ്കൾപ്ചറിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ബുക്കിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് മോഡലിന് വേണ്ടി കാണിച്ചതാണ്. പേപ്പർ നമുക്ക് വേണ്ട അളവിൽ ഇങ്ങനെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ മടക്കിയിട്ട് വീണ്ടും മടക്കി എടുക്കുക. ഒരു സൈഡ് ഇതുപോലെ ഗം വെച്ച് ഒട്ടിച്ച് ഇങ്ങനെ മടക്കി എടുക്കുക. ഒന്നുകൂടി നീറ്റാക്കി എടുക്കാൻ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബുക്കിൻ്റെ കവർ ചട്ടയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൾപ്ചർ റെഡിയാവും. ഇത്രയും ബുക്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ് ഈ സ്കൾപ്ചേഴ്സ് ഒക്കെ കേട്ടോ. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഈ ഒരു ചെറിയ സ്കൾപ്ചറൊക്കെ നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ഒരു പശ വെച്ച് കയ്യിൽ ബുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.